ഇന്നാണെങ്കിലാ ഞങ്ങൾ 5 പേരും കൂടി നേരെ പോണ ശബരിമലക്ക. എനിക്കാണെങ്കിലാ അയ്യപ്പനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാ. കൂടെ നമ്മുടെ അരുമ്പീപ്പി ഉണ്ട്. അങ്ങനെ പമ്പയിലെത്തി ചെയ്ത ഭാവമൊക്കെ കഴുകി തീർത്ത് നമ്മളെ അയ്യപ്പനെ കാണാനായിട്ട് മല കയറാൻ പോയണ്ട. മല കയറിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൊരു കുഞ്ഞയ്യപ്പനെ കണ്ടട്ടാ. ഇത് കണ്ടില്ലേ, ഒരു ഉണ്ണി അയ്യപ്പൻ. ഞാനൊക്കെ എൻ്റെ 21-ാം വയസ്സിലാണ് ഞാൻ ആദ്യമായിട്ട് അയ്യപ്പനെ കാണാൻ പോണത്. ഞങ്ങൾ രണ്ടാളും കൂടെ വന്ന ആൾക്കാരെ വെട്ടിച്ചിട്ട് നേരെ ഓടിക്കരുതാണ്. പക്ഷെ എന്ത് പണി പാളി. നമ്മ രണ്ടാളും വേർത്ത് കുളിച്ച് ആകെ ആവശ്യമായിട്ടാ. മല കയറി വന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഈ കാണുന്ന സൗജന്യ വെള്ളം ഭയങ്കര ആശ്വാസം തന്നെ കേട്ടാ. ഞങ്ങളും കുടിച്ച് 2-3 ഗ്ലാസ്. പിന്നെ ഈ കാണുന്ന തണ്ണിമത്തൻ നമ്മളാണെങ്കിലാ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്. ഇവിടെ ആണെങ്കിലാ ഒരു പീസിന് 20 രൂപ 30 രൂപ കൊടുക്കണോട്ടാ. അങ്ങനെ അതും കഴിച്ച് കൂടെ 2 ഉള്ളിവടയും കഴിച്ച് നമ്മ നേരെ പിന്നെയും മല കയറാൻ പോവാ. ഈ ക്യൂ ആണെങ്കിലാ കെട്ട് നിറച്ചവന്നെ അയ്യപ്പന്മാർക്കുള്ള ക്യൂ ആണ്ടാ. ഇവർക്കാണെങ്കിലാ 18-ാം പടി ചവിട്ടുകയും ചെയ്യുക, അയ്യപ്പനെ കാണുകയും ചെയ്യുക. നമുക്കാണെങ്കിലാ 18-ാം പടി ചവിട്ടാൻ പറ്റില്ല. കാരണം കെട്ട് നിറച്ച് വരണം. കെട്ട് നിറച്ച് വന്നവർക്ക് മാത്രമേ ആ വഴി വരാൻ പറ്റുള്ളൂ. ഈ കാണട്ടോ അയ്യപ്പന്റെ പൂങ്കാവനം. തിരക്ക് കുറവായതുകൊണ്ട് തന്നെ അയ്യപ്പനെ നല്ല രീതിക്ക് കാണാൻ പറ്റിയേട്ടാ. അയ്യപ്പനെ കണ്ടിറങ്ങി നമ്മ നേരെ പോയത് അന്നദാനം കഴിക്കാനാട്ടാ. ഈ കണക്ക് ഉപ്പും കൊടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ അന്നദാനം കിട്ടോട്ടാ. അങ്ങനെ അന്നദാനം കഴിച്ച് നമ്മ കുറച്ചു നേരം വിശ്രമിക്കാൻ പോകണ്ട. ഈ കാണപ്പായൊക്കെ വന്നത്, അതായത് ഒരാൾക്ക് വന്നത് 50 രൂപ. ക്ഷീണമൊക്കെ മാറിയപ്പോൾ തന്നെ നമ്മ ഒരു ഫേമസ് ആയി ഫുഡ് കഴിക്കാൻ വന്നേക്കേണ്ട. ഏത് ഇവിടുത്തെ കൊത്തുപൊറോട്ടെ. ഈ കാണുന്ന ഹോട്ടലിൽ വന്നിട്ട് ഈ കാണുന്ന കൊത്തുപൊറോട്ട കഴിക്കാൻ വേണ്ടി വന്നേക്കേണ്ട. സംഭവം എന്ന് വെച്ചാൽ ഈ പൊറോട്ടയിൽ കുറച്ച് കടൽച്ചാറ് ഒഴിച്ചിട്ട് കൊത്തി നുറുക്കി തരും, കുറച്ച് സവാള ഇടും. ഇതന്നെ ഐറ്റം, വേറെ രസമൊന്നുമില്ല. അങ്ങനെ ഫുഡും കഴിച്ചു കഴിഞ്ഞ് നമ്മതേ അരവണ വാങ്ങാൻ പോകണ്ട. നീ കാണാൻ കിട്ടു ഫുള്ളും അരവണയുണ്ട്. അരവണ വാങ്ങി തിരിച്ചടന്നപ്പോഴാണ് നമ്മ ഈ കാണിക്ക കാണുന്നത്. ഇവിടെ ആണെങ്കിൽ കുറെ അയ്യപ്പ ഭക്തന്മാരെ കൊണ്ടുപോയി കുറെ കാണിക്ക നിക്ഷേപിക്കണുണ്ട. എന്തോരം കാണിക്കാന്നറിയോ, അതായത് പൈസ. അങ്ങനെ രാത്രി പകലായിട്ടാ. പകലായപ്പോൾ തന്നെ കുറച്ച് തണുപ്പൊക്കെ വന്നിട്ടാ. തണുപ്പാണെങ്കിലും നമ്മ എല്ലാവരും പോയി കുളിച്ച് റെഡിയായിട്ട് വീണ്ടും മല ഇറങ്ങാൻ പോകണ്ട. കുറച്ച് കാര്യം കൂടി അയ്യപ്പനോട് പറയണ്ടായി. അങ്ങനെ അതും പറഞ്ഞ് ഞാനും അരുമ്പീപ്പി ആവട്ടെ ഇവിടെ കുറച്ചേരി ഇരുന്നിട്ടാ. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഉണ്ട്. അങ്ങനെ തിരിച്ചിറങ്ങാനുള്ള വഴിയിലുള്ള ഈ അമ്പലത്തിൽ നിന്ന് നമുക്കൊരു പ്രസാദം കിട്ടിയേട്ടാ. കൽക്കണ്ടും കുരുമുളക് പ്രസാദം. അതും കഴിച്ച് തിരിച്ചിറന്നപ്പോഴാണ് ദേ കുറേ അയ്യപ്പന്മാർ അരവണ വെച്ച് മലയൊക്കെ ഉണ്ടാക്കി വെച്ചത്. എന്താല്ലേ തിരിച്ച് നടക്കുമ്പോഴുള്ള ക്ഷീണം മാറ്റാൻ ദേ ഇവന്മാരെ പോലത്തെ കുറേ ഐറ്റങ്ങൾ വിടുന്നുണ്ട് കേട്ടാ. ഇവന്മാരെ കാട്ടായൊക്കെ കണ്ടിരിക്കാൻ വല്ലാത്തൊരു രസം ഉണ്ടാ. വല്ലാത്ത ജാതി ഐറ്റം തന്നെ. ശരിക്കും പറഞ്ഞാൽ ഈ കുരങ്ങെന്നുള്ള പേര് മാറ്റണം. ഈ ചാട്ടം കണ്ടില്ലേ, ഈ ചാട്ടം കണ്ടിട്ട് സ്പൈഡർമാൻ എന്നുള്ള പേര് തരണം. വല എറിയാൻ പറ്റില്ലെങ്കിലും ശരിക്കും സ്പൈഡർമാൻ തന്നെ. അരുമ്പിപ്പാണെങ്കിലാ അവൻ്റെ ഏതോ അമ്മയുടെ മോനെ കണ്ടെന്ന് പറഞ്ഞ് അടുത്ത് പോയി ഫോട്ടോ എടുക്കേണ്ട. മല ഇറങ്ങണ വഴി തന്നെ ഈ കാണാൻ മരം കണ്ടില്ലേ, 5 ആൾ പിടിച്ചാലും വട്ടത്താത്ത മരം ഉണ്ടാ. എന്ത് ജാതി മരമാണല്ലേ. ഈ മരത്തിന്റെ പേരറിയാന്നൊരു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താക്കണം. അങ്ങനെ നമ്മ 11-ാം പടിപ്പുരന്ന് 1-ാം പടിപ്പുരെത്തി. ഈ കാണാൻ കരിക്കും വെള്ളം കുടിച്ച് നമ്മ നേരെ പമ്പയിലെത്തി. പമ്പയിലെത്തിയ ടൈം ആവട്ടെ ഏകദേശം 12 മണിയായി. അതുകൊണ്ട് തന്നെ സൂര്യനാണെങ്കിലാ തലക്ക് മേതെ പേല് കൊണ്ട് കറുത്തു എന്ന് പറഞ്ഞ് അരുമ്പിപ്പാണെങ്കിലാ ഉടുത്ത മുണ്ടൂരി തലയെ കെട്ടിയിരിക്കണ കാഴ്ചയായിട്ട് നിങ്ങൾ കാണുന്നത്. കാറി കയറിയപ്പോഴാണ് നമുക്ക് അടുത്ത പണി കിട്ടിയത്. AC ചെറുതായിട്ട് കംപ്ലൈന്റ് ആയി. ഞാനാണെങ്കിലാ അരുമ്പിപ്പി ചെയ്ത പോലെ മുണ്ടൂരി തലയെ കെട്ടിയൊക്കെയാണ്. അരുമ്പിപ്പാണെങ്കിലാ യൂറോപ്പ് സ്റ്റൈൽ ഉറക്കം തന്നെ.